അപ്പോൾ ഇന്നലെ ഞങ്ങൾ നമ്മുടെ ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ മൂവി പാർട്ട് 1 ഇന്നലെ കണ്ടു. സോ ഓവറോൾ പറയുവാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് മൂവി, ഒരു നല്ല പടം. കാരണം ഇത് നമുക്ക് നോർമൽ പടങ്ങൾ നമ്മൾ റിവ്യൂ ചെയ്യുന്ന പോലെ പറയാൻ പറ്റില്ലല്ലോ. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഡീമൺ സ്ലെയർ ഫാൻസിന് അറിയാം, എന്ന് വെച്ചാൽ വലിയൊരു സ്റ്റോറി ആർക്കിൻ്റെ ഒരു പോർഷനാണ് ഈ മൂവിയിൽ അവർ കാണിച്ചേക്കുന്നത്. സോ കമ്പയർഡ് ടു ഇതുവരെയുള്ള സ്റ്റോറി ലൈനിൽ ഞാൻ ഒരു ടോപ്പ് 3 തേർഡ് പൊസിഷൻ കൊടുക്കും. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അതിന് മുകളിൽ എനിക്ക് ഡീമൺ സ്ലെയറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആർക്ക് എന്ന് പറഞ്ഞാൽ ദ മുഗൻ ട്രെയിൻ ആർക്ക്, നമ്മുടെ റെൻഗോക്കുവിൻ്റെ ആർക്കാണ്. അതിനും ഞാൻ ഏറ്റവും ടോപ്പായിട്ട് ഇതുവരെ ഉള്ളതിൽ കണ്ടത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓബിയസ്ലി ദ ഗോട്ടഡ് ആർക്ക്, നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഡിസ്ട്രിക്റ്റ് ആർക്ക് തന്നെയാണ്. സോ അത് രണ്ടും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ ലെവലിലോട്ട് വന്നിട്ടില്ല. കാരണം അതിനകത്ത് ഡീമൺ സ്ലെയറിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡീമൺ സ്ലെയർ ഒരു ഇമോഷണലും ആണ്, അതേ ടൈം നല്ല കിടിലൻ ആനിമേഷൻസും ഫൈറ്റ്സും ഉള്ളൊരു സംഭവമാണ്. സോ ഈ കേസിൽ, ഈ മൂവിയിൽ പറയുവാണെങ്കിൽ കൂടുതൽ സ്റ്റോറി ബിൽഡിംഗ് ആയിരുന്നു. കുറേ ബാക്ക് സ്റ്റോറീസിൻ്റെ നമ്പർ ഇത്തോളം ഭയങ്കര കൂടുതലായിരുന്നു. കുറേ ക്യാരക്ടേഴ്സിൻ്റെ ബാക്ക് സ്റ്റോറി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫൈറ്റ്സ് എന്ന് പറഞ്ഞാലും മേജറായിട്ടുള്ള ഫൈറ്റ്സ് ഉണ്ട്, ഫൈറ്റ്സ് ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മുടെ ടെങ്കൻ വെസസ് എന്താ പറയുക, അപ്പർ മൂൺ 6 ആ ഒരു ഫൈറ്റിൻ്റെ ആ ലെവലിലോട്ട് ഉള്ള ഫൈറ്റുകളൊന്നും വന്നിട്ടില്ല. എല്ലാം ബ്രീഫായിട്ടുള്ള ഫൈറ്റുകൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തീർന്നു പോകുന്ന ടൈപ്പ് ഉള്ള ഫൈറ്റുകൾ തന്നെ ആയിരുന്നു. സോ കമ്പാരിറ്റീവ് ടു അതർ എന്താ പറയുക, ഡീമൺ സ്ലെയർ പാർട്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് കൂടുതൽ ഇമോഷണൽ ആയിരുന്നു. കാരണം നമുക്കറിയാം, അക്കാസ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി കാണിക്കുന്ന ആർക്കാണ്. ഡീമൺ സ്ലെയറിലെ ഡീമൻസിൻ്റെ ബാക്ക് സ്റ്റോറിയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബാക്ക് സ്റ്റോറീസ് ഉള്ള അക്കാസയ്ക്കാന്ന് എനിക്ക് തോന്നുന്നു മിക്കവർക്കും അറിയാം. കാരണം ഓബിയസ്ലി ഇതിൻ്റെ മാങ്ക കംപ്ലീറ്റഡ് ആണ് വർഷങ്ങൾക്ക് മുന്നേ തന്നെ. പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ട് കേട്ടോ, ഞാൻ ആക്ച്വലി മാങ്ക സ്പോയിലേഴ്സ് ഒന്നും കേട്ടിട്ടില്ല. കാരണം വിഷ്വലി ഇത് ഫുൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ മാങ്ക ഫോളോ ചെയ്തിട്ടില്ല. ഞാൻ ഇനിയും നെക്സ്റ്റ് 2 പാർട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഈ ഡീമൺ സ്ലെയർ സീരീസ് കണ്ടു തീർക്കാനുള്ള പരിപാടിയാണ്. സോ റിവ്യൂ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് മൂവി, നല്ലൊരു മൂവിയാണ് കേട്ടോ. ഓബിയസ്ലി ഇത് തിയേറ്റർ വാച്ച് ആണ്. പക്ഷേ ഞാൻ ലുലു പോയാണ് കണ്ടത്. എനിക്ക് ഐമാക്സിൽ ടിക്കറ്റിൻ്റെ ടൈമിങ് എനിക്ക് പറ്റിയില്ലായിരുന്നു. സോ പക്ഷെ അതുകൊണ്ട് ഈ സ്ക്രീൻ ഇച്ചിരി ക്രോപ്പ് ഡൗൺ ആയിരുന്നു. മറ്റേ 2 സൈഡിലും മറ്റേ ബ്ലാക്ക് ഉണ്ടായിരുന്നു. അതൊരു ചെറിയൊരു കല്ലുകടി ഉണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് ആനിമേഷനൊക്കെ അറിയാമല്ലോ, ഡീമൺ സ്ലെയറിൻ്റെ കേസ് പറയണ്ടല്ലോ. ദേ ഡു വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമേഷൻസ് ഫോർ ആനിമേസ്. സോ ഓവറോൾ നല്ല മൂവിയാണ്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഒരു ചെറിയ എന്താ പറയുക, ഇൻട്രൊഡക്ഷൻ. നമ്മൾ ലാസ്റ്റ് പാർട്ടി കാണിക്കുന്നത് എല്ലാവരും ഇൻഫിനിറ്റി കാസിലോട്ട് വീണു പോകുന്നതല്ലേ. ഫസ്റ്റ് തന്നെ അവർ ഇനീഷ്യലി ഒരു ലാൻഡിങ്, എല്ലാവരുടെയും ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ. പിന്നെ തിയേറ്റർ ആണെങ്കിൽ മറിഞ്ഞത് നമ്മുടെ സെനിറ്റ്സുവിൻ്റെ ഇൻട്രൊഡക്ഷൻ വന്നപ്പോഴാണ്. തിയേറ്റർ മറ്റേ പൂരക്കളമായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ നല്ല രീതിയിലാണ് എൻഡ് ചെയ്തേക്കുന്നത്. ഇനിയും നെക്സ്റ്റ് ഏതൊക്കെ ഫൈറ്റ്സാണെന്ന് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ തന്നിട്ടാണ് പടം സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ ഫൈറ്റ്സ് ഉണ്ട്, ഫൈറ്റ് ആനിമേഷൻസ് അടിപൊളിയായിരുന്നു, എല്ലാം സൂപ്പറായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഷിനോബു, എനിക്കൊന്ന് ഹഷിറാസിൽ എനിക്ക് ലീസ്റ്റ് ഫേവററ്റ് ഷിനോബു ആണ്. ഓക്കെ, സോ ഞാൻ ഓർത്ത് ഷിനോബു എന്ത് ചെയ്യാനാണ്. കാരണം പുള്ളിക്കാരി ഒരു ഭയങ്കര സ്ട്രെങ്ത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫൈറ്റർ അല്ല, ഫിസിക്കൽ ബേസ് ചെയ്തിട്ടുള്ള ഫൈറ്റർ അല്ല. ഡോമയായിട്ട് ഫൈറ്റ് ചെയ്യുമ്പം ഭയങ്കര ആ ഒരു ഗ്യാപ്പ്, ആ പവർ ഗ്യാപ്പ് ഭയങ്കര വലുതായിരുന്നു. ഞാനതൊരു കൂറ ഫൈറ്റ് ആയിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ആനിമേഷൻ ലെവലും ആ ഒരു എടുത്തേക്കുന്നതും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അടിപൊളി ഫൈറ്റായിരുന്നു, വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈറ്റ് എന്ന് തന്നെ പറയാം. നല്ലൊരു ഫൈറ്റായിരുന്നു. സോ അത്രേ ഉള്ളൂ. ഇതാണ് മൂവിയുടെ റിവ്യൂ. നല്ലൊരു മൂവിയാണ്, എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. ഇനിയും നെക്സ്റ്റ് സെക്ഷൻ ഞാൻ സ്പോയിലർ ഇട്ട് പറയാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ഈ സെക്ഷനിൽ അധികം. ഇനി വരുന്ന സ്പോയിലേഴ്സ് ആട്ടോ. ഞാൻ നേരത്തെ അധികം സ്റ്റോറീനെ കുറിച്ചൊന്നും കൂടുതൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഇനിയും സ്പോയിലർ ഉള്ള സെക്ഷനാണ് വരുന്നത്. സോ സിനിമ കാണാത്തവർ ഓബ്വിയസ് ആയിട്ട് സിനിമ കണ്ടിട്ട് കാണുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ചിലപ്പം എക്സ്പീരിയൻസിനെ അഫക്റ്റ് ചെയ്യും. സോ ഓബ്വിയസ്ലി എനിക്കതിനോട് താല്പര്യമില്ല. സോ സിനിമ കാണാത്തവർ ഇനി ഇവിടം വെച്ച് വീഡിയോ കട്ട് ചെയ്യുക. ഓക്കെ, സോ സ്റ്റോറിയിലോട്ട് വരുവാണെങ്കിൽ എല്ലാവർക്കും അറിയാം, മെയിനായിട്ട് എനിക്ക്
മാങ്ക ഞാൻ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്കറിയാം, ഓബിയസ്ലി നമ്മൾ പലയിടത്തു നിന്നും കേൾക്കുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് എങ്ങനെയൊക്കെ പെയറപ്സിലാണ് ഫൈറ്റ്സ് വരാൻ പോകുന്നതെന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഇനീഷ്യൽ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് മൂവി ഈ ഗ്രൂപ്പ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവാണ്. ഹഷിറാസും നമ്മുടെ ഹീറോസും പല ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവാണ്. അപ്പം അതിൽ ഗിയുവും നമ്മുടെ ടാഞ്ചിറോയും ഒരു ടീമായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മുയിച്ചിറോയും നമ്മുടെ ഗ്യോമയും ഒരു ഗ്രൂപ്പായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓബിയസ്ലി പിന്നെ ഒബനയും കാൻഡ്രോജിയും ഒരു ടീമാണ്. അത് ഓബിയസ്ലി അറിയാമല്ലോ, ഒരു ലവ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഓബിയസ്ലി അവരൊരുമിച്ചാണ് പോകുന്നത്. പിന്നെ എൻറ്റയർലി സെപ്പറേറ്റഡ് ആയി പോയി കാണിക്കുന്നത് ഷിനോബു സെപ്പറേറ്റ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ സെനിറ്റ്സു സെപ്പറേറ്റഡ് ആണ്. ഇനോസുക്കെ അവിടെ ഫുള്ള് ഇടിച്ച് മതിച്ച് നടക്കുക. പുള്ളി അറിയാമല്ലോ, സോളോ കിങ് ആണ്, സൂപ്പറാണ്. ഇനോസുക്കയുടെ സീനൊക്കെ വരുമ്പോൾ നമുക്ക് ഏറ്റവും രോമാഞ്ചം വരും. അപ്പം ഇനോസുക്കെ അവിടെ ഒറ്റയ്ക്ക് അടിച്ചു പൊളിച്ച് നടക്കുന്നു. പിന്നെ ഫസ്റ്റ് വരുന്ന ഫൈറ്റ് നമ്മുടെ ഷിനോബു വേഴ്സസ് ഡോമ. നല്ല ആ ഒരു എന്താ പറയുക, ഇൻസെക്ട് ഹഷിറയുടെ ആ ഒരു ആനിമേഷൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ലാസ്റ്റ് മറ്റേ ആ ഫൈറ്റിൻ്റെ ഒരു എൻഡിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും ഡോമേനെ ഷിനോബു കുത്തി നിർത്തുന്നൊരു സീനൊക്കെ ഉണ്ട്. ഓ, പെർഫെക്റ്റ് ആനിമേഷൻ എടുത്ത പീക്ക്, അടിപൊളി സാധനമാണ്. അതിൻ്റെ ഔട്ട്കം എല്ലാവർക്കും അറിയാം ഓബിയസ്ലി. പിന്നെ അവിടെ ആ ഏരിയയിലോട്ട് കനെ വരുവാണ്, കനെ കോച്ചോ കയറും. പിന്നെ അതവിടെ വെച്ച് കട്ട് ചെയ്യും. പിന്നെ നെക്സ്റ്റ് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഫൈറ്റാണ്. നമ്മുടെ കഴിഞ്ഞ സീസൺ എൻഡ് ചെയ്തപ്പോൾ തൊട്ട് ട്രെയിലർ ഡ്രോപ്പ് ആവുന്ന ടൈം വരെ എല്ലാവരും ഹൈപ്പ് ചെയ്തിരുന്ന ഏരിയ ഓബിയസ്ലി സെനിറ്റ്സുവിൻ്റെ ഫൈറ്റാണ്. സോ സെനിറ്റ്സു വേഴ്സസ് കായിഗാക്കു ഫൈറ്റ് ഉണ്ട്. അതിൽ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസും കുറേ സെനിറ്റ്സും അവൻ്റെ മാസ്റ്ററുമായിട്ടുള്ള ബോണ്ടും അതൊക്കെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അത് നല്ലൊരു സീനായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് ഭയങ്കര രോമാഞ്ചം വന്ന സീനുണ്ട് ഇതിനകത്ത്. നമുക്ക് ലാസ്റ്റ് ആർക്കി കാണിക്കുന്നത് പുള്ളിയുടെ 2 മക്കളും, നമ്മുടെ ഉബയാഷിക്കയുടെ 2 മക്കളും മരിച്ചു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്, മൂത്ത 2 പിള്ളേർ. പക്ഷേ പുള്ളിക്ക് 3 മക്കളൂടെ മിച്ചമുണ്ട്. അതിലൊരു ആൺചെറുക്കനും 2 കൊച്ചു പെങ്ങന്മാരുമായിട്ടാണ്. അവർ ഈ ക്രോസിനെ വെച്ച് നമ്മുടെ ഇൻഫിനിറ്റി കാസിൽ മുഴുവൻ മാപ്പ് ചെയ്ത് മൂസാനെ കണ്ടുപിടിക്കാൻ വേണ്ടി കാണിക്കുന്നൊരു സീനുണ്ട്. അയ്യോ, കിട്ടില്ല സീൻ. എനിക്ക് മറ്റേ രോമാഞ്ചം വന്നു. അതേപോലെ ഒരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഡീമൺ സ്ലേയേഴ്സ് എന്ന് പറയുമ്പം നമ്മൾ ഓർക്കും ഹഷിറാസും ടാഞ്ചിറോയും സെനിറ്റ്സു ഇനോസുക്കെയൊക്കെയാണ് മെയിൻ. ബാക്കി ഡീമൺ സ്ലേയേഴ്സൊക്കെ വേസ്റ്റാണ്. അയ്യോ, പക്ഷെ അതിലൊരു കിടില സീൻ എന്താ അറിയാമോ? ഈ ഹഷിറാസ് നിൽക്കുമ്പോൾ തന്നെ ബാക്കി മറ്റേ ലോ ടയറിലുള്ള ഡീമൺ സ്ലേയേഴ്സ് എല്ലാം വന്നിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാം, ഹഷിറാസിൻ്റെ എനർജി വേസ്റ്റ് ചെയ്യരുത്, ഹഷിറാസ് മൂസാനെ ഡിഫീറ്റ് ചെയ്യാനാണുള്ളത്, അതുകൊണ്ട് അവരെ വെയർ ഡൗൺ ചെയ്യണ്ട, നിങ്ങൾ പൊക്കോ ഞങ്ങൾ വഴിയൊരുക്കി തരാമെന്ന് പറഞ്ഞ് ഈ ലോ ടയർ ഡീമൺ സ്ലേയേഴ്സ് കയറി ഫൈറ്റ് ചെയ്യുന്ന കുറച്ച് സീൻസൊക്കെ ഉണ്ട്. ഓ, വിഷ്വലി പെർഫെക്റ്റ്. അതൊക്കെ നമുക്ക് ഈ ഇമോഷണലി നല്ല ഒരു കിടിലൻ ഐറ്റംസ് ആണ്. പിന്നെ നെക്സ്റ്റ് ആണ് ഇതിനകത്തെ മെയിൻ പാർട്ട് വരുന്നത്. മെയിൻ എന്താ പറയുക, ലാസ്റ്റ് ആക്ട് ആണ് നമ്മുടെ ടാഞ്ചിറോ ആൻഡ് ഗിയു വേഴ്സസ് അക്കാസ ഫൈറ്റ് വരുന്നത്. അത് നല്ലൊരു ഫൈറ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ, പക്ഷേ ഇത്രയും സ്റ്റോറി കാണിച്ചു കഴിഞ്ഞ് ഫൈറ്റിൻ്റെ ലെങ്ത്ത് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. പിന്നെ ഈ ഫൈറ്റിൽ ഒരു കിടില സാധനമുണ്ട്. നമ്മുടെ ടാഞ്ചിറോ ട്രാൻസ്പെറൻറ്റ് വേൾഡ് അൺലോക്ക് ചെയ്യുന്നൊരു വിഷ്വലുണ്ട്. ഓ, അതാ ബിൽഡ് ചെയ്തേക്കുന്ന ഒരു രക്ഷയില്ല കേട്ടോ, കിടിലമാണ്, അടിപൊളിയാണ്. നമ്മുടെ ആകാശയുടെ പുറകെ വന്ന് നിൽക്കുന്നൊരു സീനുണ്ട്. ഓ, കിടില സാധനം. അപ്പം പിന്നെ അത് കഴിഞ്ഞ അക്കാസയുടെ ബാക്ക്ഗ്രൗണ്ടാണ്. അത് ഓബിയസ്ലി എല്ലാവർക്കും അറിയാം, ഭയങ്കര ശോകമാണ്. അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ലെങ്ത്ത് ശരിയാണ്, ഓബിയസ്ലി മൂവി ആയതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ലെങ്ത്ത് നല്ലോണം ട്രിം ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയായിരുന്നു. പിന്നെ അക്കാസ വീഴുന്നു, അക്കാസയുടെ ആ സ്റ്റോറി എൻഡിങ് കഴിയുന്നു, ഗിയും ടാഞ്ചിറോയും രക്ഷപ്പെടുന്നു. അവിടെ വെച്ചാണ് ഈ ഇൻഫിനിറ്റി കാസിൽ മൂവി 1 നിൽക്കുന്നത്. അവിടെ വെച്ചാണ് ഇനി അടുത്തതിലോട്ടുള്ള ഇൻട്രോ തരാൻ പോകുന്നത്, അടുത്ത മൂവീസിലോട്ടുള്ള ഇൻട്രോ. അത് ഓബിയസ്ലി നമുക്കറിയാം. അവിടെ വെച്ച് നമ്മുടെ കൊക്കോഷിബോ അപ്പർ മൂൺ 1 കാണിക്കും. പിന്നെ മൂസാൻ്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് കാണിക്കും. ഓ, അതൊക്കെ അടിപൊളിയായിരുന്നു. ഓവറോൾ നല്ലൊരു മൂവി കേട്ടോ. പിന്നെ എനിക്ക് ആകെ വേറൊരു സങ്കടം ഫീൽ എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ആനിമേഴ്സ് കാണുമ്പോൾ ആനിമേഴ്സിൻ്റെ ഓപ്പണിങ്സും
പ്രത്യേകിച്ച് ഡീമൺ സ്ലെയറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസും ഒക്കെ എക്സെപ്ഷനിലാണ്. കാരണം സെനിറ്റ്സുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സൂപ്പറാണ്. അക്കാസയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഭയങ്കര സൂപ്പറാണ്, മറ്റേ മുഗൻ ട്രെയിൻ ആർക്കിലൊക്കെ. പക്ഷെ ഇതിൽ വന്നപ്പം സെനിറ്റ്സുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവർ ഇച്ചിരി മോഡിഫൈ ചെയ്ത് അതിലെ ആ പീക്ക് എലമെൻ്റ് എടുത്ത് പോയി. ആ പീക്ക് എലമെൻറ്റ് നശിച്ചു പോയി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ. സോ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലെ ആ ഒരു ത്രില്ല് മിസ്സായി. സെയിം ആണ് അക്കാസയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. അക്കാസയുടെ BGM-ഉം ആ ഒരു കിക്ക് കിട്ടിയില്ല നമുക്ക്. ആ ഒരു മുഗൻ ട്രെയിനിൽ ആർക്കിൽ അക്കാസ വന്ന് നമ്മുടെ റെങ്കോക്കുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഉള്ള BGM ഉണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പം BGM ഭയങ്കര വീക്കായിരുന്നു ഈ മൂവിയിൽ. അതെനിക്ക് ഭയങ്കര ലെറ്റ് ഡൗൺ ആയിട്ട് തോന്നി. കാരണം ഒബിയസ്ലി എൻ്റെ പ്ലേലിസ്റ്റിനകത്ത് മെയിൻ ആയിട്ടുള്ളതെല്ലാം ഡീമൺ സ്ലെയേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളാണ്. പിന്നെ നമ്മുടെ ലിസയും അതേപോലെ തന്നെ മറ്റേ ആളുടെ പേര് ഞാൻ മറന്നുപോയി. ഇവരുടെ രണ്ടുപേരുടെ മ്യൂസിക് എനിക്കൊന്ന് ഇത് ഇമോഷണലി ഒരു ബേസ്ഡ് ആയിട്ടുള്ള പടങ്ങളായതുകൊണ്ടായിരിക്കാം ഭയങ്കര അടിപൊളി മ്യൂസിക്സ് ഒന്നും ഉണ്ടായില്ല. നമ്മുടെ സാങ്കയും അതേപോലെ ഗ്യുറങ്കയും പോലത്തെ നല്ല ജിൽ 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 ഓപ്പണിങ്സും ഒന്നും ഉണ്ടായില്ല കേട്ടോ, സ്കോർസ്. അത് മാത്രം ഒരു വലിയ ലെറ്റ് ഡൗൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അപ്പം എന്തായാലും തിയേറ്ററിൽ പോയി കാണാം. നമുക്ക് അടുത്ത പടത്തിന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.